നവകേരള സദസ്സിന്റെ പേരിൽ മന്ത്രി PA മുഹമ്മദ് റിയാസും സ്റ്റാഫും കരാറുകാരെ ഭീഷണിപ്പെടുത്തി പണം വാങ്ങിയെന്ന ഗുരുതര ആരോപണവുമായി PV അൻവർ. ഇതിന്റെ തെളിവുകൾ പുറത്തുവിട്ടാൽ മുഹമ്മദ് റിയാസ് തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരുമെന്ന് അൻവർ പറഞ്ഞു. അൻവറിന്റെ മുന്നണി പ്രവേശനം അടഞ്ഞ അധ്യായമാണെന്ന് UDF പ്രതികരിച്ചു. അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം മുന്നണിയെ ബാധിക്കില്ലെന്ന് ആവർത്തിക്കുകയാണ് ഇടതുമുന്നണി. UDF, LDF മുന്നണികൾക്കെതിരെ ആഞ്ഞടിക്കുകയാണ് PV അൻവർ. തനിക്കെതിരെ മന്ത്രി PA മുഹമ്മദ് റിയാസും ആര്യടൻ ഷൗക്കത്തും വ്യക്തിഹത്യ നടത്തുകയാണ്. പരിധി വിട്ടാൽ ഇവർക്കെതിരായ പല തെളിവുകളും പുറത്തുവിടും. PA മുഹമ്മദ് റിയാസ് നവകേരള സദസ്സിന്റെ പേരിൽ കരാറുകാരെ ഭീഷണിപ്പെടുത്തി പണം പിരിച്ചതിന്റെ തെളിവുണ്ടെന്നും PV അൻവർ. ഇതിന്റെ പിന്നിൽ കംപ്ലീറ്റ് പ്രവർത്തിക്കുന്ന വ്യക്തിഹത്യ നടത്തുന്നത് മുഹമ്മദ് റിയാസിന്റെയും ആര്യടൻ ഷൗക്കത്തിന്റെയും നേതൃത്വത്തിലാണ്. നവകേരള സദസ്സിന്റെ പേരിൽ കോടാനകോടി ഉറുപ്പിക മുഹമ്മദ് റിയാസ് എന്ന PWD മന്ത്രി പിരിച്ചതിന്റെ വീഡിയോകളും പല കോൺട്രാക്ടർമാരിൽ നിന്നും ബലമായി പൈസ പിരിച്ചതിന്റെ ഫോൺ കോളുകൾ എല്ലാം കേരളത്തിൽ ഞാൻ വിടും. അൻവറുമായി ഇനി ചർച്ചയില്ലെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ് ആവർത്തിച്ചു. പണമില്ലെന്ന് പറഞ്ഞ അൻവറിന് മത്സരിക്കാൻ ഇപ്പോൾ എവിടെ നിന്ന് പണം കിട്ടിയെന്ന് അന്വേഷിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അതേക്കുറിച്ചൊക്കെ അന്വേഷിക്കുക, ഇനി സമയമുണ്ടല്ലോ. ഞാൻ പറഞ്ഞത് അത് അദ്ദേഹത്തിന് പണം ഇപ്പോൾ പല മേഖലയിൽ നിന്ന് വരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. എവിടെ നിന്ന് വന്നിട്ട് അൻവർ മത്സരിക്കുന്നത് LDFന് അനുകൂല സാഹചര്യമാണ് ഉണ്ടാക്കുകയെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം. LDFന്റെ വോട്ട് വീഴില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം കൈക്കൊണ്ട തെറ്റായ രാഷ്ട്രീയ നിലപാടിൽ അമർഷമുള്ള മറ്റ് ജനവിഭാഗങ്ങളും LDFനെ അനുകൂലിക്കാനാണ് സാധ്യത. അംഗം മുറുകുമ്പോൾ അൻവർ ആരുടെ വോട്ട് പെട്ടിയിൽ വിള്ളലുണ്ടാക്കുമെന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. ടീം 24 നിലമ്പൂർ.